ഈ ലോകം നരകത്തിന് തുല്യമാണ്. അതിൽ നശിക്കുന്നവർക്ക് ഒരു കാര്യം മാത്രമേ അർഹതയുള്ളൂ: ന്യായവിധി. ഒരു ദൈവവും അതിനെ രക്ഷിക്കുന്നില്ല എങ്കിൽ ഞാൻ തന്നെ ഒരു ദൈവമായി മാറും. ഇത് പറയുന്നത് ആനിമേ ലോകത്തിലെ എക്കാലത്തെ മികച്ച ഇന്റലക്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ആനിമേ സീരീസിന്റെ കിറ എന്ന പ്രോട്ടഗോണിസ്റ്റാണ്. അതെ, പാപത്തെ ശുദ്ധീകരിക്കുന്ന കൈയും തിന്മയെ നിശബ്ദമാക്കുന്ന ശബ്ദവും ലോകം സൃഷ്ടിക്കുവാൻ ഭയപ്പെട്ടിരുന്ന ദൈവവുമായി സ്വയം പ്രഖ്യാപിച്ച, മരണത്തിന്റെ ദേവനായി മാറിയ, യമലോകത്തിന്റെ ദൈവമായി മാറിയ ഡെത്ത് നോട്ട് എന്ന പകരം വെക്കുവാനില്ലാത്ത സീരീസിലെ കിറ എന്ന അപരനാമമുള്ള ലൈറ്റ് യാഗമി. Okay, fine. Light Yagami. Remember my name, not as a murderer, but as the one who gave the dying world justice. ഇതായിരുന്നു ഡെത്ത് നോട്ട് എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ സീരീസിന്റെ ആ ഒരു പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് യാഗമിയുടെ സിദ്ധാന്തം. ലോകത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ അനിമേ സീരീസിലും എഡ്ജ് എക്സ്പീരിയൻസ് തരുന്ന വൺ ഓഫ് ദി ടോപ്പ് നോച്ച് അനിമേ സീരീസ് ആണ് ഡെത്ത് നോട്ട്. അതിനെ ആ ഒരു ഉച്ചകോടി സ്ഥാനത്തിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും പ്രമുഖമായ പങ്ക് വഹിക്കുന്ന പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് യാഗമിയുടെ കംപ്ലീറ്റ് ക്യാരക്ടർ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ ഡെത്ത് നോട്ട് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മിക്കവാറും ഞാൻ നിങ്ങളുടെ സസ്പെൻസ് ത്രില്ലർ എല്ലാം പൊളിക്കും. സോ അത് പോയി കണ്ടിട്ട് വരുമോ? കൂടുതലൊന്നും ഇല്ലെന്നേ, ഒരൊറ്റ സീസൺ 37 എപ്പിസോഡ് ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടു തീർക്കാന്നേ ഉള്ളൂ. ഏതായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വരും. ഇനി കണ്ടിട്ടുള്ളവർക്ക് വേണ്ടി ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ അങ്ങനെ നമ്മുടെ ഷിനിഗാമി അല്ലെങ്കിൽ മരണദേവന്റെ കയ്യിൽ നിന്നും വീണുപോയ ഡെത്ത് നോട്ട് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ചെന്നെത്തുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ലൈറ്റ് യാഗമി എന്ന് പറയുന്ന ടീനേജറിന്റെ കയ്യിലാണ്. അദ്ദേഹം അത് വെച്ച് കാണിക്കുന്ന, അതായത് ലോകത്തിലുള്ള എല്ലാ ക്രിമിനൽസിനെയും ഇല്ലാതാക്കി ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കുന്ന ആ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജി ഉൾക്കൊള്ളുന്ന ഒരു ഒന്നൊന്നര പ്രോട്ടഗോണിസ്റ്റാണ് ലൈറ്റ് യാഗമി. ബേസിക് പ്രൊഫൈൽ പറയുകയാണെങ്കിൽ ഫുൾ നെയിം മാങ്കയിൽ അനുസരിച്ച് ലൈറ്റ് യാഗമി എന്ന് തന്നെയാണ്. ഏലിയാസ് നെയിം കീറ. കീറ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കൊടുത്ത ഒരു നെയിമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് യാഗമിക്ക് ഡെത്ത് നോട്ട് കിട്ടിക്കഴിഞ്ഞ് എൻറ്റയർലി ക്രിമിനൽസിനെ എല്ലാം ഇങ്ങനെ ഹാർട്ട് അറ്റാക്കും മറ്റുള്ള കാരണങ്ങളാൽ ഇങ്ങനെ മരിച്ചു പോകുന്നത് കൊണ്ടും ഇത് ഒരുത്തൻ്റെ പണിയാണ് ഇന്റർനെറ്റ് തിരിച്ചറിഞ്ഞ് ആ ഒരു ക്രിമിനലിനിട്ട പേരാണ് കീറ. ഏതായാലും അവൻ്റെ ബർത്ത് ഡേറ്റ് മാങ്കയിൽ പറയുന്നത് February 28 ആണ്. ഹൈറ്റ് 179 സെൻറ്റിമീറ്റർ, ബ്ലഡ് ടൈപ്പ് A, ഓക്യുപ്പേഷൻ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അതിൽ നിന്നൊരു ദൈവമാണെന്ന് പറയാം, ഒരു ഗോഡ് ഓഫ് ദി ന്യൂ വേൾഡ് എന്ന് തന്നെ പറയാം. സോ മരണം, യെസ്, അറ്റ് ദ ഏജ് ഓഫ് 21. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മാങ്കയിൽ പോലും ഇത് പ്രതിപാദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തു പറഞ്ഞത്. ഇനി നമുക്കൊരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ലൈറ്റ് യാഗമീനെ ഒരു പ്രോട്ടഗോണിസ്റ്റ് ടേൺ ടു ആൻറ്റഗോണിസ്റ്റ് ഓഫ് ഡെത്ത് നോട്ട് എന്ന് പറയാം. ഹീറോയിൽ നിന്നൊരു വില്ലൻ പരിവേഷത്തിലേക്ക് എത്തിപ്പെട്ടു പോയ ഒരു ഒന്നൊന്നര ആള്. കണ്ടിരിക്കുന്നവർക്ക് ഞാൻ ഇത് ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഇവനാണോ നായകൻ അതോ ഇവൻ വില്ലനാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ലൈറ്റ് യാഗമിയുടെ ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യം ഒരു വേൾഡിനെ ക്ലീനൊക്കെ ചെയ്ത് ഈവിളിൽ നിന്ന് തുടച്ചു നീക്കുവാനായിരുന്നു അതവൻ ഉദ്ദേശിച്ചെങ്കിലും അത് കഴിഞ്ഞ് അവൻ ട്രാൻസ്ഫോം ചെയ്തത് ഒരു മെഗാലോമാനിക്കൽ ഗോഡായിട്ടാണ്. ഒരു കോംപ്ലക്സ് ടൈറൻ്റ് അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർ പോലെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കറപ്ഷൻ ഓഫ് ഐഡിയലിസം ത്രൂ അബ്സല്യൂട്ട് പവർ എന്ന് തന്നെ പറയാം. ഇനി പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ്റലിജൻസ് നോക്കാം. ഓഫ് കോഴ്സ് ജീനിയസ് ലെവൽ IQ ആണുള്ളത്. ടോപ്പ് സ്റ്റുഡൻറ്റ് ഇൻ ജപ്പാനാണ്. സ്ട്രാറ്റജിക്കാണ്, അനലിറ്റിക്കലാണ്, അഡാപ്റ്റബിൾ ആണ്. ഇനി കാരിസ്മ നോക്കുകയാണെങ്കിൽ ഒരു കാമാണ്, ആർട്ടിക്കുലേറ്റ് ആണ്, കോൺഫിഡൻ്റ് ആണ്. ബാക്കിയുള്ള 95% ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലുമുണ്ട്. ഇനി ഈഗോ വൈസ് നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി റീസ്ട്രെയിൻഡ് തന്നെയാണ്, ബട്ട് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു ഗോഡ് കോംപ്ലക്സിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. പിന്നെ മൊറാലിറ്റി നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ അധികം അദ്ദേഹം യൂസ് ചെയ്തില്ലെങ്കിൽ കൂടി അവസാനം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലെത്തുവാൻ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലുവാൻ കൂടി അദ്ദേഹം മടിച്ചിരുന്നില്ല. ഇനി ഇമോഷൻ കൺട്രോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇമോഷൻസ് ഫ്ലോലെസ് ആയിട്ട് ഉപയോഗിക്കും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച്. ഇനി പ്രൈഡ്, യെസ്, ആ ഒരു അഹംഭാവം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫെയ്റ്റിലും സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിഫീറ്റിനെ ഒരിക്കലും നേരിടാൻ താല്പര്യമില്ലാത്ത ഒരു മനസ്സ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വൺ ഓൺ തിങ്, ആ ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഹിറ്റായത്. ഇനി ഇതേ രീതിയിൽ ലൈറ്റ് യാഗമിയുടെ സൈക്കോളജിക്കൽ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഒരു കേസിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. അതായത് അദ്ദേഹം ചെയ്യുന്നത് എപ്പോഴും ശരിയാണെന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം മനുഷ്യരെ കാണുന്നത് വെറും ടൂൾസ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ആയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഈക്വൽ ആയിട്ട് അല്ല. പിന്നെ അദ്ദേഹം പറയുന്ന ഈ ഒരു ജസ്റ്റിസ്
ഒരു കമ്പാഷൻ കൊണ്ടുള്ള ജസ്റ്റിസ് അല്ല, അത് കൺട്രോൾ കൊണ്ട് വേണ്ടി വരുന്ന ജസ്റ്റിസ് ആണ്. കഥാന്ത്യത്തിലും മാങ്കയിലും അടിവരയിട്ട് പറയുന്ന കാര്യമുണ്ട്, റിയാലിറ്റിയിൽ ലൈറ്റ് വളർന്നു വരുന്നത് സത്യം പറഞ്ഞാൽ സമാധാനം തേടിയല്ല. ഹി സീക്സ് ഓർഡർ, കൺട്രോൾ ആൻഡ് ഡിവൈൻ റെക്കഗ്നിഷൻ. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ലൈറ്റ് ഗോഡ് ആവുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലൈറ്റിനെ ഇത്രയും ഹിറ്റാക്കി അല്ലെങ്കിൽ ലൈറ്റിനെ കൊണ്ട് എഡ്ജ് സീറ്റ് എക്സ്പീരിയൻസ് നടത്തിയത് ലൈറ്റ് മാത്രം ചെയ്യുന്ന ഈ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല. ലൈറ്റിനൊരു എതിരാളി ഉണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആദ്യം ഡെത്ത് നോട്ടിൻ്റെ ചെയ്തത് ആ ഒരു 1.5 മുതലിൻ്റെയാണ്. പേഴ്സണലി എനിക്ക് അവനെയാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഒരു ഫാൻ ബോയ് രീതിയിൽ പറഞ്ഞ കേട്ടോ. എന്നിരുന്നാലും അത്രയ്ക്ക് ലെജൻഡറി ക്യാരക്ടറായിട്ടുള്ള എല്ലിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാൻ, കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടോളൂ. സോ നമുക്ക് ഈ എല്ലിനെയും ലൈറ്റിനെയും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഐഡിയലിസ്റ്റിക്കും ഇമോഷണലുമാണെങ്കിൽ എല്ല് ഒരു റാഷണലും ഡിറ്റാച്ച്ഡുമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ലൈറ്റ് കില്ല് ചെയ്യുന്നത് അവൻ്റെ ഐഡിയോളജിക്കാണെങ്കിൽ എല്ല് സത്യം പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി മാത്രം സീക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവനെ തന്നെ ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. എല്ല് ഹ്യൂമൻ ഒബ്സർവറായിട്ടാണ് അവനെ കാണുന്നത്. ലൈറ്റ് ജസ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺട്രോളിനെയാണ്, ഒരാളെ കൺട്രോൾ ചെയ്യുക എന്നാണെങ്കിൽ എല്ല് ജസ്റ്റിസിനെ കാണുന്ന ഡിസ്കവറി പോലെയാണ്. സീരീസിലുടനീളം നമ്മുടെ ലൈറ്റിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആർക്ക് പോലെ തന്നെ കാണാൻ പറ്റും. അതായത് ഒന്നാമത്തെ ആക്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റാണ്. അത് എപ്പിസോഡിൻ്റെ 1 മുതൽ 7 വരെ ആകുമ്പോഴേക്കും നമുക്ക് തോന്നും യെസ് ഇവനാണ് നായകൻ എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ ഒരു ഭാഗമാകുമ്പോഴേക്കും അദ്ദേഹം ഒരു സ്ട്രാറ്റജിസ്റ്റ് ആകും. അവിടെ വെച്ചാണ് എല്ലിനെ മീറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ 7 എപ്പിസോഡുകളിൽ ഇവൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ച് ബാക്കിയുള്ളവരെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അത് കൂടി വന്നപ്പം അവനെ പിടിക്കാനായിട്ട് വരുന്ന ആളാണല്ലോ എല്ല്. ഇവിടം തൊട്ട് അദ്ദേഹം ഐഡിയലിസ്റ്റ് എന്ന് പറയുന്ന സാധനം, അതായത് ലൈറ്റ് യാഗമി ഐഡിയലിസ്റ്റ് മാറി ഒരു സ്ട്രാറ്റജിസ്റ്റ് ആകുകയാണ്. ഇതേ തുടർന്ന് എപ്പിസോഡ് 8 മുതൽ 25 വരെ ഈ ഒരു സ്ട്രാറ്റജിക് മൈൻഡ് തന്നെയാണ് ലൈറ്റ് പോകുന്നത്. ഇനി എപ്പിസോഡ് 26 മുതൽ 37 വരെയാണ് നമ്മുടെ ലൈറ്റ് യാഗമി ദ ഗോഡ് എന്ന് തന്നെ പറയുന്നത്. അതായത് എല്ലിൻ്റെ മരണത്തിന് ശേഷം. എല്ലിൻ്റെ ഡെത്ത് സത്യം പറഞ്ഞാൽ ഒരു അൺചലഞ്ച്ഡ് കൺട്രോളാണ് ലൈറ്റ് യാഗമിക്ക് കിട്ടിയത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഒരു കൾട്ട് പോലത്തെ കിറ കിങ്ഡം എന്ന് പറയുന്ന ഒരു കൾട്ട് തന്നെ അദ്ദേഹം രൂപാന്തരപ്പെടുത്തിയെടുത്തത്. എന്തിനേറെ പറയുന്നു, അദ്ദേഹം പിന്നെ റിയാലിറ്റിനെ തന്നെ ഒന്നും തന്നെ അല്ലാത്ത രീതിയിൽ കണ്ടു. അദ്ദേഹത്തിന് ഹീസ് ഡിവൈൻ എന്നുള്ള രീതിയിൽ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് അവസാനത്തെ ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് ദ ഫോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നിയർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വീഴ്ചയെ അദ്ദേഹം കുളം തോണ്ടിയെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് എഴുത്തുകാരൻ്റെ രീതിയിലും അത് നമ്മൾ വായിക്കുന്ന ഒരാളുടെ രീതിയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം സ്ക്രീമിങ്ങും ബെഗ്ഗിങ്ങും ഡൈയിങ് ഇൻ ഡിനയൽ പോലെയൊക്കെ ആയിരുന്നു. അതായത് ഒരു സേവിയറിൽ നിന്ന് വന്ന് ഒരു സിന്നറായി മാറിയ ഒരു കഥ. സാധാരണ എല്ലാവരും ഒരു പാപിയായിട്ട് പിന്നെ ഒരു സേവിയറല്ലേ ആവുന്നത്. ഇപ്പോൾ ഒരു സേവിയർ ആയിരുന്നവൻ ഒരു സിന്നറായി മാറിയവൻ്റെ ഒരു കഥ രൂപേണ നമുക്കിത് കാണുവാൻ സാധിക്കുന്നതാണ്. റിലേഷൻഷിപ്പിൻസിൻ്റെ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം മീസ, എല്ല്, പിന്നെ അച്ഛനായിട്ടുള്ള യാഗമി, നിയറും മെലോയും റിയൂക്ക്, ഇത്രയും പേരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനൊന്നും ലൈറ്റ് യാഗമി അത്ര വലിയ ഒരു പ്രയോറിറ്റി കൊടുത്തതായി സീരീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അദ്ദേഹം എല്ലാവരെയും യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ടൂളായിട്ട് മാത്രമാണ്. എന്തിനേറെ പറയുന്നു, റിയൂക്കിനെ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അലയായിട്ട് അദ്ദേഹം കൂടെ കൊണ്ട് നടന്നിരുന്നില്ല, ജസ്റ്റ് ഒരു ഒബ്സർവർ മാത്രം. ഇത്രയൊക്കെയാണ് മെയിൻലി നമ്മുടെ ലൈറ്റ് യാഗമിയുടെ ക്യാരക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് നിശ്ചയമായിട്ടും അല്ലെങ്കിൽ ടോപ്പ് നോച്ച് ആയിട്ട് ഉറപ്പായിട്ടും മോസ്റ്റ് ഇൻ്റലിജൻറ്റ് അനിമേ ക്യാരക്ടേഴ്സ് ഓഫ് ഓൾ ടൈമിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരാൾ തന്നെയാണ്. അതല്ലാത്ത രീതിയിലും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ലൈറ്റ് യാഗമീനെ നമുക്കിങ്ങനെ തന്നെങ്കിൽ കാണാം. അതായത് ദ പേഴ്സോണിഫിക്കേഷൻ ഓഫ് വാട്ട് ഹാപ്പൻസ് വെൻ ജീനിയസ് ലാക്സ് ഹ്യൂമിലിറ്റി. ഒരു ജീനിയസിന് ഹ്യൂമിലിറ്റി നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ലൈറ്റ് യാഗമിയുടെ ജീവിതവും എന്നൊന്ന് പറയുന്നുണ്ട്. സോ ഇത്രയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരേ ഒരു ക്യാരക്ടറിനെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരിക്കും. യെസ്, ലൂസിഫർ. അതെ, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി. എന്തുകൊണ്ടാണ് അവൻ വീണത്? കാരണം അവൻ ഗോഡിനെ ഔട്ട്ഷൈൻ ചെയ്യാൻ നോക്കി, ദൈവത്തെ മറികടക്കാൻ നോക്കിയതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട ലൂസിഫറിൻ്റെ കഥയോട് വളരെ രീതിയിൽ സാമ്യമുള്ള ഒരാൾ തന്നെയാണ് ലൈറ്റ് യാഗമി. സോ ഒറ്റ വാക്കിൽ നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ എ പെർഫെക്റ്റ് ട്രാജിക് ക്യാരക്ടറാണ്, ഡിസ്ട്രോയിഡ് നോട്ട് ബൈ വീക്ക്നെസ് ബട്ട് ബൈ ഹിസ് പെർഫെക്ഷൻ.
സോ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ക്യാരക്ടർ അനാലിസിസ് നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളും. ഇതിൻ്റെ അകത്ത് എൻ്റെ ഡെത്ത് നോട്ടിൻ്റെ സ്റ്റോറി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ക്യാരക്ടർ റിവ്യൂ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈറ്റിനെ പറ്റി ഞാൻ പറയാത്ത രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എസ്പെഷ്യലി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. അടുത്ത ഒരു ഡെത്ത് നോട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബോയ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. அழகில் என் இதயம்